കൊല്ലം ജില്ലയിലെ പത്തനാപുരത്ത് ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ മഹനീയമായ മഹത്തരമായ ഒരു പ്രസ്ഥാനമായ പത്തനാപുരം ഗാന്ധി ഭവനിലാണുള്ളത്. നമ്മളിവിടെ വന്നതിൻ്റെ കാരണം ഈ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നിടത്ത് ഒരു മനുഷ്യാവകാശ ലംഘനം പോലെ നമ്മുടെ ശ്രീലങ്കയിൽ നിന്നുള്ള ഒരു 10ഓളം അഭയാർത്ഥികളായിട്ട് ഇവിടെ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. ഏതാണ്ട് 1.5 വർഷക്കാലമായി ഇവിടെ കഴിയുകയാണ്. അവർ കാനഡയിൽ പോകാൻ വേണ്ടി ശ്രീലങ്കയിൽ നിന്നും ഒരു വ്യക്തി ഒരാൾ 8 ലക്ഷവും 10 ലക്ഷം രൂപയും കൊടുത്ത് അവർ ചെന്നൈയിൽ എയർപോർട്ടിൽ വരികയും വിമാനമാർഗത്തിലെത്തുകയും അവിടുന്ന് ബസ് മാർഗം കൊല്ലത്തെത്തുകയാണ് ഉണ്ടായത്. കൊല്ലത്തെത്തിയപ്പോഴാണ് അവിടുന്ന് കോസ്റ്റൽ പോലീസാണ് അവരെ അറസ്റ്റ് ചെയ്യുന്നതും പിന്നീട് നിയമ നടപടികൾ പോവുകയും അവരെ മജിസ്ട്രേറ്റിന് ഹാജരാക്കുകയും അവിടുന്ന് അവരെ വീണ്ടും മറ്റ് ശിക്ഷാ നടപടികളിലേക്ക് കൊണ്ടുപോവുകയും റിമാൻഡ് ആവുകയും ഒക്കെ ചെയ്ത് അവസാനം ഒരു സ്ത്രീ ഗർഭിണിയായതിൻ്റെയും ഒരു കുട്ടി ഓട്ടിസം ബാധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള ഹൈക്കോടതി നിർദ്ദേശം കൊടുത്ത് ഇതിற்கு സുരക്ഷിതമായ ഒരു സ്ഥലമായിട്ടാണ് പുനലൂർ ഗാന്ധി ഭവനിലേക്ക് റെഫർ ചെയ്തതും ഇവിടെ താമസം തുടങ്ങിയതും. நாங்கள் ஸ்ரீலங்காவிலேருந்து சென்னைக்கு வந்தோம். ஒரு ஃப்ளைட்டில் தான் வந்தோம். வந்துட்டு அதில் இருந்து தான் இங்கே பேர சொல்லி ஏஜென்ட் சொல்லி கேரளாவுக்கு வந்தோம். அங்கேருந்து எப்படி வந்தது? சென்னையிலேருந்து எங்கே எப்படி வந்தது? பஸ்ஸில் வந்து லோட்ஜில் தங்கி இருந்தோம். வந்து அதுக்கு பிறகுதான் அந்த பிஜி கிட்ட வச்சு பிடிச்சது. பீச்சில் வச்சு பிடிக்கிற போது நாங்கள் ஒரு 10 மினிட் தான் என்கொயரி முடிய உங்க எல்லாரையும் நாட்டுக்கு அனுப்பிடுவோம். நாட்டுக்கு அனுப்பினாங்க. அதுக்கப்புறம் எங்களை பிடிக்கிற போது பாஸ்போர்ட் இருந்தது, விசா இருந்தது, எல்லாமே இருந்தது. அப்படி இருந்தும் சின்ன என்கொயரின்னு சொல்லி தான் கூட்டிட்டு போனாங்க. அதுக்கப்புறம் 2 நாள் ലോക്കപ്പിൽ വെച്ചിരുന്നിട്ട് 3-ാം നാൾ ഒരു 12 മണി ഇരിക്കും. ശ്രീലങ്കക്കാരെ 19 പേരെ കേരള ഹൈക്കോടതി ഇടപെട്ടാണ് ഗാന്ധിഭവനിലോട്ട് മാറ്റിയത്. അതിൻ്റെ കാരണം പ്രധാനമായിട്ട് വളരെ ഗുരുതരമായ ഓട്ടിസം ബാധിച്ച ഒരു കുട്ടി, മറ്റൊന്ന് ഒരു പെൺകുട്ടി ഗർഭിണിയായിരുന്നു. അപ്പം അവർ 2 പേരെയും ഭർത്താക്കന്മാരും ഉണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പം ഈ 9 പേരടങ്ങുന്ന ഗ്രൂപ്പ് അവർക്ക് ജയിലിനേക്കാൾ കൂടുതൽ സുരക്ഷിതത്വം കിട്ടും, ചികിത്സ മറ്റ് സൗകര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ഹൈക്കോടതി ഉത്തരവിട്ടാണ് ഗാന്ധിഭവനിൽ എത്തിച്ചത്. എന്നാൽ എത്രയും വേഗം അവരെ മടക്കി അയക്കണമെന്നുള്ള ഒരു ധാരണയും ഹൈക്കോടതി കൈക്കൊണ്ടിരുന്നു. അത് ഒരു 6-7 മാസം വരെ നടക്കാതിരുന്നപ്പോൾ ഗാന്ധി ഭവൻ ഹൈക്കോടതിയിൽ നേരിട്ട് ഇടപെടുകയും ഹൈക്കോടതി അവരെ ഡീപ്പോർട്ട് ചെയ്യുവാനെ കൊണ്ട് കേന്ദ്ര സർക്കാരിന് അറിയിപ്പ് നൽകുകയും ചെയ്തു. അങ്ങനെ കേന്ദ്ര സർക്കാർ ഇവരെക്കുറിച്ചുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായി ശ്രീലങ്കൻ ഗവൺമെൻറ്റിൻ്റെ നോ ഒബ്ജക്ഷൻ കൂടി ലഭിച്ചെങ്കിൽ മാത്രമേ ഇവരെ അയക്കാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ ഇവരെക്കുറിച്ച് വിശദമായി അന്വേഷിക്കുന്നതിന് NIA കേന്ദ്ര സർക്കാർ ഇടപെടുകയും NIAയുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വരികയും ഇവർക്ക് മറ്റ് ബന്ധങ്ങളൊന്നും ഇല്ല എന്നുള്ള ഒരു അറിവാണ് നമുക്ക് ലഭിച്ചത്. എന്തായാലും ശരി, അതിൻ്റെ നിയമാനുസൃതമായ കുറച്ച് സമയം കൂടെ വേണ്ടി വരും എന്നാണ് കരുതുന്നത്. എന്തായാലും ശരി, ഇവർക്ക് എത്രയും വേഗം നാട്ടിൽ പോകണം. ഇവരുടെ ഹാപ്പിയാണ്. ഇവിടെ എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്നുണ്ട്, അവരുടേതായ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ഓട്ടിസം കുട്ടിക്ക് കൃത്യമായ ചികിത്സ നൽകുന്നു, ഗർഭിണി പ്രസവിച്ച് ആ കുഞ്ഞിനിപ്പോൾ 1 വയസ്സുമായി, അതെല്ലാം നല്ല പോകുന്നുണ്ട്. എന്നിരുന്നാലും ഇവരുടെ കയ്യിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ വാങ്ങിക്കൊണ്ടാണ് ഇവരെ ബോട്ടിൽ കയറ്റി കാനഡയിലേക്ക് ഏജൻറ്റുമാർ വിട്ടത്. കൊല്ലം കടലിൽ വെച്ചാണ് ഇവരെ. അങ്ങനെ അവർ കോസ്റ്റൽ ഗാർഡിൻ്റെ പിടിയിലാവുകയും അങ്ങനെ പോലീസ് നിയമ നടപടികൾ സ്വീകരിച്ച് അങ്ങനെയാണ് അവർ കോടതിയിൽ എത്തിയത്. പക്ഷേ ഇവരെ പറ്റിച്ച ആളുകളുണ്ട്. ഇവരെ ഇന്ന് ഭീമമായ തുക വാങ്ങിയിട്ട് ഇവരെ ഇങ്ങനെ കാനഡയിൽ പോയാൽ സുഖജീവിതം കിട്ടുമെന്ന് പറഞ്ഞ് വിട്ടവർ. അവർക്ക് എങ്ങും എത്താൻ കഴിഞ്ഞില്ല. അവർക്ക് നാട്ടിൽ പോയെങ്കിൽ മാത്രമേ അവരെ പറ്റിച്ച ലക്ഷക്കണക്കിന് രൂപ പറ്റിച്ചവരിൽ നിന്ന് അത് ഈടാക്കാൻ നിയമ നടപടി സ്വീകരിക്കാൻ കഴിയൂ. പിന്നെ ബന്ധുമിത്രാദികളുമായി ഒന്നും ബന്ധപ്പെടാൻ കഴിയാത്തത് അവർക്കൊരു ദുഃഖമുണ്ട്. எடுத்ததுக்கப்புறம் NIA வந்து பாஸ்போர்ட் எல்லாமே பிளாக் பண்ணிடுச்சு. NIA கோட் அதுக்கு மாற்றிடுச்சு. இந்த கேஸ் எடுத்து இப்போது 5 மாதம் ஆகுதுன்னு நினைக்கிறேன். ஆனால் இது வரைக்கும்
எந்த ஒரு இதுவும் இல்லை. எங்களுக்கு நாட்டுக்கு திருப்பி போகணும். நாங்கள் காந்தி பவனில் இருக்கிறோம். காந்தி பவனில் எங்களை பார்த்துக்குறாங்க, ஒரு பிரச்சனையும் இல்லை. ஆனால் நாங்கள் இங்கேயே இருந்துட இயலாது தானே. எங்களுக்கும் ஊரில் ஃபேமிலிகள் இருக்குது, நாட்டுக்கு போகணும். என்னோட குழந்தை பிறந்தது, என்னோட குழந்தைய யாருமே பந்துக்கள் யாரும் பார்த்ததில்லை. இந்த விஷயத்தை இந்த கவர்மெண்ட்டுக்கு நாங்கள் சொல்லியிருக்கிறோம். ஆனால் இது வரைக்கும் எந்த ஒரு ஆக்ஷனும் எடுத்தில்லை, எங்களை பார்த்ததும் இல்லை. இந்த கவர்மெண்ட்டுக்கு நாங்கள் ஒரு ரிக்வெஸ்ட் கொண்டு வைக்கிறோம். எவ்வளோ குயிக்காக எங்களை எழுமோ அவ்வளோ குயிக்காக எங்களை நாட்டுக்கு அனுப்புன்னு சொல்லி கேட்டுக்கிறோம். நன்றி. தேங்க்யூ.